ഒരു പ്രതിസന്ധിയെ എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാം, അതും വെറും ബുദ്ധികൊണ്ടല്ല, അതിലും ആഴത്തിലുള്ള വിവേകം കൊണ്ട്. നമുക്ക് നോക്കാം ഒരു പഴയ ഇന്ത്യൻ കഥയിലൂടെ ഈ ആശയം എത്രത്തോളം ശരിയാണെന്ന്. ഈ കഥയുണ്ടല്ലോ, ഇത് ഗായത്രി പരിവാർ പ്രസിദ്ധീകരിച്ച കുട്ടികളുടെ ഒരു ചിത്രകഥാപുസ്തകത്തിൽ നിന്നാണ്. പക്ഷേ പേരുകേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇതിലെ പാഠങ്ങൾ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. നമുക്ക് ഒരു ചോദ്യത്തോടെ തുടങ്ങാം, അല്ലേ? ഒരാളെ സഹായിക്കണമെങ്കിൽ ഏറ്റവും നല്ല വഴി അവർക്കെന്തെങ്കിലും സൗജന്യമായി കൊടുക്കുന്നത് തന്നെയാണോ ശരിക്കും? ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. അപ്പോ ഒന്നാം ഭാഗം, ദാഹിക്കുന്നൊരു നാട്. കഥ തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ്. കഥ നടക്കുന്നത് മാൾവ എന്ന സ്ഥലത്താണ്. അവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? ആദ്യം ഭയങ്കരമായ ഒരു ക്ഷാമം. ഒരു വർഷം മുഴുവൻ ഒറ്റ തുള്ളി മഴ പെയ്തില്ല. ഒന്നോർത്തു നോക്കൂ ആ അവസ്ഥ. അപ്പോൾ മഴയില്ലാതായാലും പിന്നെന്തുണ്ടാകും? അതിന്റെ ഫലം ശരിക്കും ഭീകരമായിരുന്നു. ആദ്യം കിണറുകളും കുളങ്ങളുമൊക്കെ വറ്റി വരണ്ടു. പിന്നാലെ ധാന്യപ്പുരകള് കാലിയായി. പിന്നെ പറയണ്ടല്ലോ, ആളുകൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. ഒടുവിൽ ജീവൻ കയ്യിൽ പിടിച്ചോണ്ട് പലർക്കും സ്വന്തം വീടും നാടും ഉപേക്ഷിച്ചു പോകേണ്ട ഒരവസ്ഥ വന്നു. ഇനി ഭാഗം 2, വ്യാപാരിയുടെ തന്ത്രം. ഈ ദുരിതങ്ങൾക്കിടയിൽ ഒരാള് മാത്രം കുറച്ചു വ്യത്യസ്തമായി ചിന്തിച്ചു. ആരായിരുന്നു അത്? എന്തായിരുന്നു ആ തന്ത്രം? നമുക്ക് നോക്കാം. അപ്പോ ആ ഗ്രാമത്തിൽ ധാന്യപ്പുരകൾ നിറയെ ഉണ്ടായിരുന്ന ഒരു ധനികനായ വ്യാപാരി, നമ്മൾ സേഠ് എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ ഒരാളുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരൊക്കെ പട്ടിണി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ചോദ്യം വന്നു: ഞാനിനി എന്തു ചെയ്യണം? സേഠ്ജിയുടെ മുന്നിൽ ശരിക്കും 2 വഴികളുണ്ടായിരുന്നു. ഒന്നാമത്തത് ഏറ്റവും എളുപ്പമുള്ള വഴി, കയ്യിലുള്ള ധാന്യമെടുത്ത് എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുക. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ? അത് കുറച്ചുകാലത്തേക്ക് വിശപ്പകറ്റുമെങ്കിലും ആളുകളെ എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ചു ജീവിക്കുന്നവരാക്കി മാറ്റും. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയാണ്, കുറച്ചുകൂടി കഠിനമായ പക്ഷെ ശരിക്കും വിവേകമുള്ള ഒരു വഴി: ജോലിക്ക് പകരം ഭക്ഷണം. ഇതവരുടെ വിശപ്പ് മാത്രമല്ല, അതിലും പ്രധാനമായി അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയും ചെയ്തു. ഇവിടെയാണ് സൂക്ഷ്മബുദ്ധി, അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുന്ന സൂജ്ബൂജ് എന്ന വാക്കിന്റെ പ്രസക്തി. ഇത് വെറുമൊരു ബുദ്ധിയല്ല കേട്ടോ, അതിനപ്പുറം ഒരു സാഹചര്യത്തെ ശരിക്കും മനസ്സിലാക്കി അതിന്റെ ഉള്ളിലേക്കിറങ്ങിച്ചെന്ന് പ്രായോഗികമായൊരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു കഴിവാണ്. പ്രശ്നത്തിന്റെ പുറംചട്ട മാത്രമല്ല, അതിന്റെ മൂലകാരണം കണ്ടെത്തി പരിഹരിക്കാനുള്ള വിവേകം. അങ്ങനെ നമ്മൾ 3-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്: ജോലി, വെള്ളം, പിന്നെ മാന്യത. ഈ ഒരൊറ്റ തീരുമാനം ആ നാടിന്റെ തലവിധി തന്നെ എങ്ങനെ മാറ്റിമറിച്ചുവെന്ന് നോക്കാം. അദ്ദേഹം എന്താ ചെയ്തേന്നറിയോ? ഒരു ലങ്കർ, അതായത് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്ന ഒരു സമൂഹ അടുക്കള തുടങ്ങി. അവിടെ ആരും പട്ടിണി കിടക്കേണ്ടി വന്നില്ല. പക്ഷെ ഒരൊറ്റ കണ്ടീഷനുണ്ടായിരുന്നു: ആരോഗ്യമുള്ളവരെല്ലാം ഗ്രാമത്തിന്റെ നല്ല ഭാവിക്കു വേണ്ടി അധ്വാനിക്കാൻ തയ്യാറാവണം. അതിന്റെ ഫലം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഗ്രാമത്തിലുള്ളവരെല്ലാം ഒന്നിച്ചു. അവർ വറ്റിവരണ്ട കുളങ്ങളും കിണറുകളുമൊക്കെ ആഴം കൂട്ടി. അവരുടെ ആ കൂട്ടായ അധ്വാനം വെറുതെയായില്ല. ഭൂമിക്കടിയിലെ വെള്ളം വീണ്ടും ലഭ്യമായി. പിന്നെന്തു വേണം? ആ വെള്ളം ഉപയോഗിച്ചവർ കൃഷി തുടങ്ങി. പെട്ടെന്ന് വിളവ് തരുന്ന ചെടികൾ നട്ടു. അങ്ങനെ ആ നാട് ക്ഷാമത്തെ അതിജീവിച്ചു, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്: ആ ഗ്രാമം ക്ഷാമത്തെ അതിജീവിച്ചത് ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ടല്ല, മറിച്ച് സ്വന്തം അധ്വാനം കൊണ്ടാണ്. തങ്ങളുടെ ആത്മാഭിമാനം ഒരു തരി പോലും നഷ്ടപ്പെടുത്താതെയാണ്. ഈ കഥയുടെ ഏറ്റവും വലിയ ഭംഗിയാണിനിയാണ് വരുന്നത്. കാലം മെച്ചപ്പെട്ടു, നല്ല മഴയൊക്കെ കിട്ടിത്തുടങ്ങിയപ്പോ ആ ഗ്രാമവാസികൾ എന്തു ചെയ്തെന്നറിയോ? അവരന്ന് കഴിച്ച ധാന്യം മുഴുവൻ വെറുതെയല്ല, പലിശ സഹിതം സേഠ്ജിക്ക് തിരികെ കൊടുത്തു. അതവരുടെ സത്യസന്ധതയും നന്ദിയും എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്നു, അല്ലേ? അപ്പോ നമ്മൾ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്: വിവേകത്തിന്റെ പൈതൃകം. ഈ ഒരു കൊച്ചുകഥയിൽ നിന്നോ നമുക്ക് പഠിക്കാൻ കഴിയുന്ന വലിയ പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പാഠം ഇതാണ്: ശരിയായ വിവേകമുണ്ടെങ്കിൽ എത്ര വലിയ ദുരന്തത്തെയും നമുക്ക് മറികടക്കാൻ പറ്റും. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ തളർന്നു പോകുന്നതിന് പകരം അതിനെ എങ്ങനെയൊരു അവസരമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുന്നതിലാണ് കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട തത്വം പരോപകാരം, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നത്. അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം. അപ്പോ നോക്കൂ, സേഠ്ജിയുടെ ഈ പ്രവൃത്തിയുടെ ഫലമെന്തായിരുന്നു? അദ്ദേഹത്തിന് ഗ്രാമവാസികളുടെയെല്ലാം ബഹുമാനവും പ്രശസ്തിയും കിട്ടി. അതേസമയം അദ്ദേഹത്തിന് സാമ്പത്തികമായി ഒരു നഷ്ടവും വന്നില്ല. ഇതിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം? ബുദ്ധിപരമായി ചെയ്യുന്ന സഹായം അത് ചെയ്യുന്നയാൾക്കും കിട്ടുന്നയാൾക്കും ഒരുപോലെ പ്രയോജനകരമാകും.
ഈ കഥ നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ലോകത്ത് നമ്മൾ നേരിടുന്ന പല വെല്ലുവിളികളിലും ഈ സൂക്ഷ്മബുദ്ധി നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തില്, നമ്മുടെ സമൂഹത്തില് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം? ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.